തീർത്തും അനാവശ്യമായിട്ട് ഞാൻ മറ്റേ പരിപാടി എടുത്തൊന്നും മറിച്ച പരിപാടി എടുത്തൊന്നും ഞാൻ ഹവാല ഇവിടേക്ക് കടത്തിയെന്നും ഞാനിതിൻ്റെ ഇടനിലക്കാരനായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഞാൻ ഇടനിലക്കാരനായി എന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഈ സംഭവം കേട്ട ആൾക്കാരോ അറിഞ്ഞ ആൾക്കാരോ അല്ല, നിങ്ങൾ പുറത്തു നിന്ന് കേട്ട ആൾക്കാരാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എല്ലാവരും അറിയണമെന്നുണ്ട്. എനിക്ക് ഒരു തലക്കം മുതൽ എല്ലാവരും അറിയട്ടെ. അപ്പോൾ ഫുൾ കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ഇൻ്റെ സൈഡും ഇതിൽ നിന്നോരോ സൈഡും പുറത്തുനിന്നുള്ളവരുടെ സൈഡും ഇതിലൊക്കെ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് മിണ്ടാതെ നിൽക്കണോലെ സൈഡും അടക്കം ഞാൻ താഴെ കൊടുത്ത വീഡിയോയിൽ കൊടുത്തിട്ട് ഇട്ടുണ്ട്. പിന്നെ 1 മണിക്കൂർ അടക്കം വരുന്ന വലിയ വീഡിയോ ആണ്, ഫുൾ കാര്യങ്ങൾ സംസാരിക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ 5 മിനിറ്റ് കണ്ടിട്ട് കൊണക്കണ കമൻറ്റ് ബോക്സിൽ ആരും വരാൻ നിൽക്കണ്ട. ഇനി വരാൻ എനിക്ക് കുഴപ്പമില്ല. ഫുൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇന്നലെ ക്ലാരിറ്റി, ഞാനിട്ട പോസ്റ്റിന് ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് പറയുന്ന കുറേ വ്യക്തികളുണ്ട്. എല്ലാത്തിനുള്ളൊരു ക്ലാരിറ്റിയും ആ പോസ്റ്റിൽ കൊടുത്തിട്ട് എല്ലാവരും പറയും ഞാൻ എടുത്തത് എന്താണ്, ഞാൻ ചെയ്തത് എന്താണ്, എന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് തെളിയിച്ചിട്ട് കാണിച്ചു തരും. താഴെ കൊടുത്ത വീഡിയോ പോയിട്ട് എല്ലാവരും കണ്ടൊന്ന് വരിട്ടാ. ഫൈനലി ആന്റണി പെപ്പെ വിഷയത്തിൽ ഹനാൻ ഷാ പ്രതികരിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയുമായിരുന്നു പുള്ളിക്കാരൻ പ്രതികരിച്ചത്. പുള്ളിക്കാരൻ്റെ പോസ്റ്റ് ഞാനിവിടെ പൂർണ്ണമായി വെക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.